എന്നെക്കാളും കൂടുതൽ ജീവിച്ചത് ഇതാണ്. ഞാൻ എണിച്ച് വരുന്നതോ ഞാൻ എണിച്ച് പോണതൊന്നും മൂപ്പര് അറിയില്ല. പക്ഷെ തപ്പി രാവിലെ എടുക്കുന്നത് ഇതാണ്. അതൊരു സിനിമാറ്റിക് വിഷ്വലാണ്. എന്റെ പട്ടാളം വിട്ടിട്ട് വന്നതിന്റെ മെയിൻ റീസൺ പറഞ്ഞത് അനി നമുക്ക് ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഇത്ര വർഷം നമ്മൾ ജീവിച്ചിട്ടില്ല. വന്ന് കാല് കൊത്തി നേരെ പോയത് പ്രിയേട്ടന്റെ സ്റ്റുഡിയോയില. അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷെ ഭാര്യ അറിയാതെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ച ഫോട്ടോ, അതാണ് ടൈറ്റിൽ. അച്ഛൻ്റെ അല്ലല്ലോ, നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. സ്റ്റേറ്റ് അവാർഡ് കൈ കിട്ടുക എന്ന് പറയുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. 10ാം ക്ലാസ്സിൽ മലയാളം തോറ്റ വ്യക്തി. അപ്പൊ എന്റെ മലയാളം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. മലയാളത്തിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സ്റ്റേറ്റ് അവാർഡ് തിരക്കഥയ്ക്ക്. പക്ഷെ അതൊരു കഴിഞ്ഞ ഫേസ്. കാലെന്നൊന്ന് ഉറച്ചോ നീ മനുഷ്യർ ഓടിപ്പോയി, പിന്നെ മറന്നു. ചതി. ചിലപ്പോ പറയും ശരി ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയും. എനിക്ക് തോന്നും ചിലപ്പോ അടിച്ച് ഫിറ്റായിട്ട് ചിലവന്മാരിങ്ങനെ ആടിയൊക്കെ പോകുന്നില്ല, എന്നിട്ട് മറിയുന്ന വീഴുന്ന. ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിക്കും, എപ്പോഴും ഞാൻ ചെയ്യും കേട്ടോ. ഞാനും തുടങ്ങിയിട്ടില്ല. അപ്പൊ മേജർ നമുക്ക് രണ്ടാൾക്കും കൂടെ ആദ്യമായിട്ട് കള്ളുപിടിക്കാൻ രണ്ടാൾക്കും ഇരുന്നിട്ട് നമുക്ക് അടിച്ച് ഇച്ചിരി വൈൻ കൊടുത്തു. ഇതെങ്കിലും ഒരു സിപ്പ് അടിക്കുന്നു. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു, 3-4 സിപ്പ് അടിച്ചു. അടിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ചിരിക്കും. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ, മൂപ്പരെ ഞാൻ ചിരിക്കണ കണ്ടിട്ടില്ല. ഡെയിലി പറയും ഫ്രണ്ട്സിന് നിങ്ങൾ കുറച്ച് വൈൻ കൊടുക്കണേ, കുറച്ച് ചിരിക്കണ കാണട്ടെ. കള്ളുപിടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ കള്ളുപിടിച്ച് കഴിഞ്ഞ് ഫിറ്റായിട്ട് അമ്മയെ കയറി അടിച്ചു അത്ര ഒരു ദിവസം. അയ്യോ അത് രവി സാർ, ഞാൻ ആ ഡേറ്റ് ഒക്കെ വേറെ ആൾക്കാർ കൊടുത്തു. ഞാൻ കരയെന്നുള്ള ലെവലിലായി. അപ്പോഴത്തേക്കും ലാലിന് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഈ സമയത്ത് ലിസി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ ആ സർക്കിള്, കോയമ്പേട് സർക്കിളുണ്ട്, അവിടെ ഇരുന്ന് രാത്രിയിൽ വെള്ളം എടുത്ത് മുഖമൊക്കെ കഴുകി കണ്ണൊക്കെ റെഡിയാക്കിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. മുസ്ലിംസ് കെട്ടുന്ന രക്ഷ എന്ന് പറയില്ലേ, ഹിന്ദു വർഗീയവാദിയായിട്ടുള്ള ഞാൻ എൻ്റെ പേഴ്സണകത്ത് എൻ്റെ അച്ഛൻ്റെയും ഫോട്ടോ എൻ്റെ കൂട്ടത്തിൽ ഇത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിലൊരു ചരിത്രമുണ്ട്.